ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1994 റിലീസായ ഡിസ്ക്ലോഷർ എന്ന ചിത്രമാണിത്. ഡെമി മൂർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. മെരിഡിത്ത് ജോൺസൺ എന്നു പേരുള്ള ഒരു കമ്പനിയിലെ ബോസായിട്ടാണ് അവൾ അഭിനയിക്കുന്നത്. ആ കമ്പനിയിലോട്ട് പുതിയതായി ജോയിൻ ചെയ്ത ടോമിൻ്റെ വരവോടുകൂടിയാണ് ഈ ചിത്രം തുടങ്ങുന്നത്. ടോം മെരിഡിത്തിൻ്റെ മുൻ കാമുകനായിരുന്നു. അതുകൊണ്ട് തന്നെ ടോമിൻ്റെ വരവോടുകൂടി മെരിഡിത്ത് തൻ്റെ പഴയ കളികളുടെ കാര്യമെല്ലാം ഓർക്കുന്നു. പക്ഷേ ടോം ഈ സമയം വിവാഹിതനായിരുന്നു. അവന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മെരിഡിത്ത് അവനെ വിടുന്നില്ല. തൻ്റെ ബോസായതുകൊണ്ട് തന്നെ പ്രൊമോഷന് വേണ്ടി അവൻ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല രീതിയിൽ പരിപാടികൾ നടക്കുന്നു. ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അവർ തമ്മിലുള്ള മാസ്മരിക പരിപാടികളാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് അവർ നടത്തുന്ന അടിപൊളി കളികളാണ്. ഡെമി മൂറിനെ ഇതിനു മുമ്പ് നമ്മൾ ഒരു സിനിമയിൽ പരിചയപ്പെട്ടിരുന്നു. ഇൻഡീസെൻ്റ് പ്രപ്പോസൽ എന്ന സിനിമയായിരുന്നു അത്. അതിസുന്ദരിയും അടിപൊളി ആകാരഭംഗിയുമുള്ള നടിയാണവൾ. അവളുടെ എല്ലാ പ്രകടനങ്ങളും ഈ ചിത്രത്തിൽ അവൾ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ ഇതൊന്നും വിടാതെ ഇരുന്ന് കാണൂ. മാത്രമല്ല ഇതൊരു R-rated ചിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചകൾ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. 2002 പുറത്തിറങ്ങിയ അൺഫെയ്ത്ത്ഫുൾ എന്ന ചിത്രമാണത്. ഡയാന ലെയ്ൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. കോണി സംനർ എന്ന പേരുള്ള ഒരു കഥാപാത്രത്തിനെ അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവിഹിതമാണ് ഈ ചിത്രത്തിൻ്റെ കേന്ദ്ര വിഷയം. കോണിക്ക് ഒരു ഭർത്താവും ഒരു മകനും ഉണ്ടായിരുന്നു. പക്ഷേ അവൾ നഗരത്തിൽ വെച്ച് എഡ്വേർഡ് എന്ന പേരുള്ള ഒരാളെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. ഈ പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ എടുത്തു പറയേണ്ടത് ബാത്ത് വെച്ച് അവർ നടത്തുന്ന ചില പരിപാടികളാണ്. കാഴ്ചകൾ നിരവധിയാണ് ഈ ചിത്രത്തിൽ. മാത്രമല്ല ഈ ചിത്രത്തിലെ എല്ലാ രംഗങ്ങൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കുവാനുള്ള വകുപ്പുണ്ട്. ഇതൊരു R-rated ചിത്രം കൂടിയാണ്. ഡയാന ലെയ്നിൻ്റെ പൂർണ്ണ പ്രദർശനവും നല്ല അടിപൊളി കളികളും കാരണം നിങ്ങൾ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി സ്പാനിഷ് ചിത്രത്തിനെയാണ്. 2009 പുറത്തിറങ്ങിയ ബ്രോക്കൺ എംബ്രേസസ് എന്ന ചിത്രമാണത്. പിനെലോപ്പി ക്രൂസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. ലെന എന്നൊരു കഥാപാത്രത്തിനെ അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ പിനെലോപ്പിയുടെ മാത്രമല്ല കിറാമിറോയുടെയും പൂർണ്ണ പ്രദർശനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാം നല്ല 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ട കാഴ്ചകളാണ്. ഹാരി എന്ന പേരുള്ള ഒരു അന്ധനായ എഴുത്തുകാരൻ മാഡ്രിഡിൽ എത്തുകയും അയാൾ ലെന എന്ന പേരുള്ള ആ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു. പിന്നീട് അവർ തമ്മിൽ നല്ല രീതിയിൽ പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒന്നല്ല നിരവധി രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. പിനെലോപ്പിയുടെയും കിരാമിറോയുടെയും പൂർണ്ണ അടിപൊളി രംഗങ്ങൾ തന്നെ ഇതിൽ കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാം നല്ല സൂപ്പർ രംഗങ്ങൾ. മാത്രമല്ല ഇതൊരു R-rated ചിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചകൾ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പിനെലോപ്പിയുടെ മുമ്പത്തെ ചിത്രങ്ങൾ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞു പോയിരുന്നു. അതെല്ലാം കണ്ട് അവളുടെ ആരാധകർ ആയവർ ഉറപ്പായും ഈ ചിത്രം കൂടെ കാണൂ.
നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1995 പുറത്തിറങ്ങിയ ഫ്രണ്ട് ഓഫ് ദ ഫാമിലി എന്ന ചിത്രമാണത്. ഷോണ ഓബ്രൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും പൂർണ്ണ പ്രദർശനമുണ്ട്. ഗ്രിഫിൻ ഡ്രൂ, റെയ്ലൻ സാൽമാൻ, ലിസ ബോയ്ലി എന്നിവരുടെ അടിപൊളി കിടുരംഗങ്ങൾ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അടിപൊളി ലെസ്ബിയൻ കളികളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നു. അതെല്ലാം കൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. ഒരു കോടീശ്വര കുടുംബത്തിലെ അംഗമാണ് ലിൻഡ വില്യംസ്. അവൾ രണ്ടാമത്തെ വിവാഹം കഴിച്ചാണ് അങ്ങോട്ട് വന്നത്. പക്ഷേ അവിടുത്തെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു. തൻ്റെ ഭർത്താവായ ജെഫ് സ്റ്റിൽമാന് മറ്റൊരു പരസ്ത്രീ ബന്ധമുണ്ടെന്ന് അവൾ സംശയിക്കുന്നു. മാത്രമല്ല ജെഫിൻ്റെ 2 പിള്ളേരും ഭയങ്കര ശല്യക്കാരായിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ ലിൻഡയ്ക്ക് അവിടുത്തെ ജീവിതം വളരെയധികം ദുസ്സഹമായി മാറിയിരുന്നു. അങ്ങനെയിരിക്കെ അവൾ എൽക്കി ടേലർ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ ലെസ്ബിയൻ കളി ഇവിടെ നിന്നും തുടങ്ങുന്നു. പിന്നെ പതിയെ എൽക്കെ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു കയറുന്നു. എൽക്കെ തൻ്റെ കളികൾ കൊണ്ട് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കുന്നു. അങ്ങനെ കളികൾ കൊണ്ട് പ്രശ്നം തീർത്ത ഒരു മാലാഖയായി മാറുന്നു അവൾ. ഈ ചിത്രത്തിൽ ഒന്നല്ല നിരവധി പരിപാടികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ ലെസ്ബിയൻ കളിയാണ് ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ്. അതേപോലെ നിരവധി കളികൾ ഈ ചിത്രത്തിലുണ്ട്. എല്ലാം പൂർണ്ണ പ്രദർശനം ഉള്ളത് തന്നെ. ഇതൊരു R റേറ്റഡ് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദർശനങ്ങൾ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് കളികൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ 5-മതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2001 പുറത്തിറങ്ങിയ ഒറിജിനൽ സിൻ എന്ന ചിത്രമാണത്. ഏഞ്ചലീന ജോലി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ പ്രദർശനമുണ്ട്. ജൂലിയ എന്നു പേരുള്ള ഒരു സുന്ദരിയായ കള്ളിയുടെ കഥാപാത്രത്തിനെ ആണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവൾ ലൂയിസ് ആൻ്റോണിയോ എന്നു പേരുള്ള ഒരു കോടീശ്വരനെ വിവാഹം ചെയ്യുന്നു. ആ വിവാഹം തന്നെ ഒരു തട്ടിപ്പായിരുന്നു. ആളുമാറിയാണ് ആൻ്റോണിയോ വിവാഹം ചെയ്തത്. അക്കാര്യം അവന് പിന്നീടാണ് മനസ്സിലാവുന്നത്. പക്ഷേ അവൻ ആ കാര്യം മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവൾ എല്ലാം തന്നെ അവൻ്റെ കവർന്നെടുത്ത് അവൾ കടന്നു കളഞ്ഞിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൻ്റോണിയോ അവളെ കണ്ടെത്തുവാൻ വേണ്ടി ഒരു ഡിറ്റക്റ്റീവിനെ നിയോഗിക്കുന്നു. പക്ഷേ ആ ഡിറ്റക്റ്റീവും ജൂലിയയുടെ കാമുകനായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തേഞ്ഞ ഒരു അവസ്ഥയിലായിപ്പോയി ആൻ്റോണിയോ. ഈ ചിത്രത്തിന് ട്വിസ്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ത്രയിപ്പിക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ചേർത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഏഞ്ചലീന ജോളിയുടെ മാത്രമല്ല നെറ്റ്സി അരിനാലോയുടെയും പൂർണ്ണ പ്രദർശനം ഉൾപ്പെടുന്നു. ഒരു വെടിയുടെ കഥാപാത്രത്തിനെ ആണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നിരവധി ഇത്തരം മാസ്മരിക രംഗങ്ങൾ അടങ്ങുന്ന ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൽ എടുത്തു പറയാനുള്ള രംഗം ഒരു ഹോട്ടൽ മുറിയിൽ ഏഞ്ചലീന ജോലിയും ആൻ്റോണിയോയും കൂടി നടത്തുന്ന ചില പരിപാടികളാണ്. ഒരു തുണ്ടുപടത്തിനെ വെട്ടുന്ന അത്രയും കാഴ്ചകളാണ് ഈ ചിത്രത്തിൽ അവർ കാണിച്ചു കൂട്ടുന്നത്. എല്ലാം തന്നെ ആ രംഗത്തിൽ അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏഞ്ചലീന ജോലിനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.